ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തുൽ ഖസസ് 27-28 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. قال إني أريد قال എന്ന് പറയുമ്പോൾ ഖാഫ് ഇസ്തിഅലാന്റെ ഹർഫാണ്. തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ആ ഖാഫിന്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം വേണം. ഖാല ഇന്നി, ഇതിൽ നൂൻ മുശദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ആ നൂനിനെ ദീർഘിപ്പിക്കുന്ന യാഇ, ആ യാഇന് മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം നൽകൽ അനുവദനീയമാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കാം. യാ ഒരു പദത്തിന്റെ അന്ത്യത്തിലാണ്, അടുത്ത പദത്തിന്റെ ആരംഭത്തിലായി ഹംസയുണ്ട് എന്ന കാരണത്താലാണ് മുൻഫസിൽ എന്ന് പറയുന്നത്. ഇവിടെ ദീർഘം ജായിസാകുന്നു, അഥവാ കൂടുതൽ ദീർഘിപ്പിക്കൽ. അല്ലെങ്കിൽ തബീഇയ ദീർഘം മാത്രം നൽകി ഇന്നി ഉരീദു എന്ന് ഓതുകയുമാവാം. അപ്പോൾ ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക, അൻ എന്ന് പറയുമ്പോൾ ആ സാക്കിനത്തായ നൂനിനെ വെളിവാക്കണം, മണിക്കാതെ ഇൽഹാർ ഹൽക്കി നൽകി വ്യക്തമാക്കി ഉച്ചരിക്കണം. അൻ ഉൻകിഹക, ഉൻകിഹക എന്ന് പറയുമ്പോൾ സാക്കിനത്തായ നൂനും ശേഷം കാഫുമാണ്. ഇവിടെ ഇഖ്ഫാ ഹഖീഖി നൽകി നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആദ്യത്തെ നൂനിനെ ഇൽഹാർ ഹൽക്കിയാണ്, ശേഷം ഹംസ ഹൽക്കിന്റെ ഹർഫ് വന്നു എന്ന കാരണത്താൽ. ഇവിടെയാണെങ്കിൽ നൂനിന് ശേഷം ഖാഫ് വന്നു. ഇഖ്ഫാന്റെ 15 ഹർഫുകളിൽപ്പെട്ട ഒന്നാകുന്നു ഖാഫ്. അപ്പോൾ അൻ ഉൻകിഹക എന്ന് പറയണം. അൻ എന്ന് വ്യക്തമാക്കുക, രണ്ടാമത്തേത് എന്ന് അവ്യക്തമാക്കുക, മണിക്കുകയും ചെയ്യുക. ആദ്യത്തേതിൽ മണിക്കലില്ല, രണ്ടാമത്തേതിൽ മണിക്കലുണ്ട്. أن أنكحك إحدى ابنتي, എല്ലാ ഹർഫുകളും ക്ലിയറായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഉൻകിഹക, കാഫ് അതിന്റെ സിഫാത്തുകളൊക്കെ പൂർത്തിയാക്കുക. ഹ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഇഹ്ദ ഹംസ, ശേഷം ഹ, പിന്നെ ദാല്. ഉൻകിഹക ഇഹ്ദ, ഇഹ്ദ എന്ന അലിഫ് ഇൽത്തിഖാഉ സാക്കിനൈന് വേണ്ടി ഒഴിവാക്കിക്കൊണ്ട് ഇഹ്ദ ഇബ്നതയ്യ എന്ന് ഓതണം. ഇഹ്ദ എന്ന ദീർഘാക്ഷരം കളയപ്പെടുന്നു. ശേഷം സാക്കിനത്തായ ബ ആണ് ഉച്ചരിക്കുന്നത് എന്ന കാരണത്താൽ അവിടെ ഇബ്നതയ്യ എന്ന പദം ചേർത്തോതുമ്പോൾ ഹംസത്തുൽ വസ്ല് കളയപ്പെടുകയാണ്. ഇഹ്ദ ഇബ്നതയ്യ, ബായിന് സുക്കൂനുണ്ട്, ഖൽഖല സുഗ്റ നൽകി ബായിന്റെ സുക്കൂനിനെ വ്യക്തമാക്കി ഹറക്കത്ത് പോലെ ഉച്ചരിക്കണം. ഇഹ്ദ ഇബ്നതയ്യ ഹാതൈനി, ഹാതൈനി ഹായ് ക്ലിയർ ആക്കി ഉച്ചരിക്കുക. ഹാതൈനി എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിന്റേതാണ്. ഇഹ്ദ ഇബ്നതയ്യ ഹാതൈനി, അതുകൊണ്ട് തന്നെ തർക്കീഖാണ്, ഒന്നിനും തഫ്ഖീമില്ല. هاتين على أن تأجرني, على എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. അലിഫിന് ശേഷം അടുത്ത പദത്തിലായി ഹംസ വന്നു എന്നതുകൊണ്ട് 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻ തഅജുറനി, അൻ എന്ന സാക്കിനത്തായ നൂൻ ശേഷം താ, ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കുക.
മണിക്കലിൽ തർക്കീഖാണ്, ഇസ്തിഫാലിന്റെ ഹർഫുകളാണ് ശേഷമുള്ളത് എന്നതുകൊണ്ട് നേരത്തെ ഉൻകിഹക പറഞ്ഞ അതേ ഹുക്മ തന്നെ ഇവിടെയും തഅജുറനി അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത്. തഅജുറനി ഹംസ ക്ലിയർ ആവണം. തഅജുറനി തഅജുറനി നൈപ്പറഞ്ഞ് മറിച്ച് തഅജുറനി റാഇന് തഫ്ഖീം കൊടുക്കുക. പൂർണ്ണമായ തഫ്ഖീമാണ്, ഫത്ഹയുള്ള റാ. തഅജുറനി ثمانية حجج ثمانية حجج എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ശ്രദ്ധിക്കുക. ഹിജജിൻ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ജീമിന് സുക്കൂനാണ്, വഖഫാണ്. അതുകൊണ്ട് തന്നെ ഖൽഖല കുബ്ര നൽകി വ്യക്തമാക്കി ഹംസ ജീമിന്റെ സുക്കൂൻ വ്യക്തമാക്കി ജീമിന്റെ സുക്കൂൻ ഹറക്കത്ത് പോലെ ഉച്ചരിക്കുക. ഹിജജ് فإن أتممت عشرا فإن أتممت ഇവിടെ സാക്കിനത്തായ നൂനിന് ഇൽഹാർ ഹൽക്കി നൽകണം. ശേഷം ഹംസയുണ്ട്, ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. അത്മംത തായ് ഷദീദും മഹ്മൂസുമായ അക്ഷരമാണ്. ഹംസ് ക്ലിയർ ആക്കുക. അത്മംത ഈ പദത്തിൽ സാക്കിനത്തായ മീമും ശേഷം താവും. അത്മം മം എന്ന ആ മീം സാക്കിനത്തായ രണ്ടാമത്തെ ആ മീമുണ്ടല്ലോ, ആ മീമിന് ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കണം. അത്മംത അശ്റ അത്മം മണിച്ചു പോയത്. അത്മംത അശ്റൻ ഫമിൻ അശ്റൻ ഫമിൻ ഇൻദിക് അശ്റൻ എന്ന തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. ശേഷം ഫാ ഇഖ്ഫാന്റെ അക്ഷരമാണ്. ഫമിൻ ഇൻദിക് ഫമിൻ സാക്കിനത്തായ നൂൻ ശേഷം ഐൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. ഇൻദിക് വീണ്ടും ഇഖ്ഫാ ഹഖീഖി സാക്കിനത്തായ നൂൻ ശേഷം ദാല്. അപ്പോൾ അശ്റൻ ഫമിൻ ഇൻദിക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അശ്റൻ റാഇന് തഫ്ഖീം കൊടുക്കണം. അശ്റൻ എന്ന റാഇന് തഫ്ഖീമാണ്. എന്നാൽ ആ തഫ്ഖീം ആ ഫത്ഹയുടെ ഉച്ചാരണത്തോടുകൂടി അവസാനിക്കുകയും തൻവീനും ശേഷം ഫാവും തർക്കീഖോടുകൂടി ഉച്ചരിക്കണം എന്നത് ശ്രദ്ധിക്കണം. തൻവീനിന് മണിക്കലാണ്, ഉന്നത്തുണ്ട്. ആ ഉന്നത്ത് തർക്കീഖോടുകൂടിയുള്ള ഉന്നത്താണ്, കാരണം ശേഷം തർക്കീഖിന്റെ അക്ഷരമായ ഫ ആണ് എന്നതുകൊണ്ട്. അപ്പോൾ അഷ് റ അത്രയും തഫ്ഖീം ഫമിൻ ഇൻദിക് ഇവിടെയും മുറഖഖയാണ്, തർക്കീഖോട് കൂടിയുള്ള മണിക്കലാണ് വേണ്ടത്. വമാ ഉരീദു വീണ്ടും ദീർഘാക്ഷരമായ അലിഫിന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹർക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കാവുന്നതാണ്. വമാ ഉരീദു അൻ അശുഖ അലൈക ഉരീദു അൻ അശുഖ സാക്കിനത്തായ നൂൻ ശേഷം ഹംസ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. അശുഖ ഖാഫ് തഫ്ഖീമിന്റെ അക്ഷരമാണ്. അശുഖ അലൈക ഖവിയ ഹർഫാണ്, മുശദ്ദദത്തുമാണ്. അപ്പോൾ അശുഖ അലൈക അലൈക അവിടെ ദീർഘിപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യാം. മദ്ദുല്ലീൻ അതിന് ആരിദിന്റെ ഹുക്മ് വരുന്നു, വഖഫ് ആയതുകൊണ്ട് അലൈക. സതജിദുനി ആ ദീർഘവും മദ് മുൻഫസിൽ ജായിസാണ്. യാഇനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ശേഷം ഹംസ അടുത്ത പദത്തിലാണ് വരുന്നത് എന്ന കാരണത്താൽ സതജിദുനി ഇൻഷാ ഇൻ എന്നതിലെ സാക്കിനത്തായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി വ്യക്തമാക്കി മണിക്കണം. ഷീനാണ് ശേഷമുള്ളത്, ഇഖ്ഫാന്റെ അക്ഷരമാണ്. ഇൻഷാ അല്ലാഹു ഷായിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ് എന്നർത്ഥം.
അല്ലാഹു എന്ന ഇസ്മുൽ ജലാല അതിലുള്ള ലാമിനെ തടിപ്പിച്ച് തഫ്ഖീമോടുകൂടി സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. തൊട്ടു മുമ്പിൽ ഫത്ഹ വന്നു എന്ന കാരണത്താൽ. അപ്പോൾ ഇൻശാഅല്ലാഹു മിനസ്സാലിഹീൻ. അസ്സാലിഹീൻ സ്വാദിനും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. ഇസ്തിഅലാന്റെ ഹർഫായ സ്വാദ് അതിന് അലിഫ് കൊടുത്തു ദീർഘിപ്പിക്കുന്നു. മിനസ്സാലിഹീൻ. ഖാല ദാലിക്. വീണ്ടും ഖാഫും ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്യുക, തടിപ്പിക്കുക. ഇസ്തിഅലാന്റെ ഹർഫായ ഖാഫ്. ഖാല ദാലിക്. ഖാല ദാലിക ബൈനി വബൈനക അയ്യമൽ അജലൈൻ. അപ്പോൾ ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം എന്ന് നാം പറഞ്ഞു. തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. ബാക്കി അക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല. ഖാല ദാലിക ബൈനി വബൈനക അയ്യമൽ അജലൈൻ. ഹംസകൾ ക്ലിയർ ആക്കണം. അയ്യമൽ അജലൈൻ. അവിടെ അയ്യമൽ അജലൈൻ എന്ന് പറയരുത്. അങ്ങനെ പലർക്കും തെറ്റ് പറ്റാറുണ്ട്. അയ്യമൽ അജലൈനി ഖദൈതു. ഖദൈതു ഖാഫിനും ദ്വാദിനും തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാന്റെ ഹർഫുകളാണ്. ഖദൈതു ദ്വാദ് വ്യക്തമായി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. നാവിന്റെ ഒരു അരു നീളത്തിൽ മേലെ അണപ്പല്ലിനോട് ചേർത്ത്. ഇസ്തിതാല എന്ന ഒരു സിഫത്തും അതിനുണ്ട്. ഖദൈതു ഖദൈതു ഫലാ ഉദ്വാന അലൈ. ഫലാ ഉദ്വാന. ഉദ്വാന ദാലിന് ഖൽഖല സുഗ്റ നൽകുക. ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. അലയ്യ വഖഫ് ചെയ്യുമ്പോൾ അലൈ അലയ്യ് എന്ന് പറഞ്ഞ് നിർത്തണ്ട. അലൈ. വല്ലാഹു ഇസ്മുൽ ജലാലെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. അതിലെ ലാമിനെ വല്ലാഹു. അത് വല്ലാഹു എന്ന് നാവ് പുറത്ത് കാണിച്ച് പല്ല് ടച്ച് ചെയ്തുകൊണ്ടുള്ള ശബ്ദമല്ല. അങ്ങനെ തെറ്റായി പലരും പറയാറുണ്ട്. വല്ലാഹു അല്ല, മറിച്ച് വല്ലാഹു. ലാമിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ശബ്ദം വരണം. വല്ലാഹു അലാ മാ നഖൂലു വകീൽ. നഖൂലു ഖാഫിന് തഫ്ഖീം കൊടുക്കുക. തഫ്ഖീം നിസ്ബി. നഖൂലു വകീൽ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قال إني أريد أن أنكحك إحدى ابنتي هاتين على أن تأجرني 8 حجج فإن أتممت 10 فمن عندك وما أريد أن أشق عليك ستجدني إن شاء الله من الصالحين. قال ذلك بيني وبينك أيما الأجلين قضيت فلا عدوان علي والله على ما نقول